وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് അവൻ്റെ ശാസനകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ച് വിശ്വാസവിശുദ്ധിയോടെ ജീവിതാന്ത്യം വരെ നിലകൊള്ളാൻ, ധർമ്മനിഷ്ഠ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇതര ജനവിഭാഗങ്ങൾക്ക് സാക്ഷികളും മാതൃകയുമായിട്ടാണ് മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്, പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായമാണ് നിങ്ങൾ. ആ സമുദായത്തിനുണ്ടാകേണ്ട ഒരുപാട് ഗുണഗണങ്ങൾ വിശുദ്ധ ഖുർആനും അതിൻ്റെ വ്യാഖ്യാനമെന്നോണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജീവിതചര്യയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ ഗുണമാണ് ഖുർആൻ എടുത്തു പറഞ്ഞ ഉമ്മത്തുൻ വസത്ത് എന്നത്. വിശ്വാസ രംഗത്തും ആചാര അനുഷ്ഠാന രംഗത്തുമൊക്കെ പാകപ്പിഴകളും അതിർക്കവിച്ചിലുകളും എമ്പാടും നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ ഉമ്മത്തുൻ വസത്ത് എന്ന ആ മധ്യമ നിലപാടിൽ നിന്നുള്ള ഒരു ഒഴിച്ചുപോക്ക്, ഒരു തിരിച്ചുപോക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കുന്നുണ്ട്. ആചാരങ്ങൾ എന്തൊക്കെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസങ്ങൾ എന്തൊക്കെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അനുഷ്ഠാനങ്ങൾ എങ്ങനെയൊക്കെ ആകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അത്യാചാരങ്ങൾ, അതിർക്കവിച്ചിലുകൾ, പിഴച്ച വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ അവിടെ കയറി വരുമ്പോൾ ഈ ഉമ്മത്തിൻ്റെ യഥാർത്ഥ നിലപാടിൽ നിന്ന് അവിടെ വിശ്വാസി സമൂഹം പുറത്തു പോവുകയാണ് ചെയ്യുന്നത്.
വളരെ പ്രയാസപ്പെട്ട് നോമ്പനുഷ്ഠിക്കേണ്ട കാര്യമില്ല. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ആളുകൾക്കൊക്കെ വളരെ വിഷമാന്ന് കണ്ടപ്പോഴാണ് അള്ളാന്റെ റസൂല് ഒരു ബുധാനുഷ്ഠാന നാളിൽ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ പാത്രം പൊക്കിപ്പിടിച്ച് സ്വഹാബത്തൊക്കെ കാണുക നോമ്പ് മുറിച്ചത്. അവിടെ നോമ്പനുഷ്ഠിക്കൽ വലിയ പ്രയാസ. മരുഭൂമിയിലൂടെയുള്ള യാത്ര, സ്വഹാബികള് കുറെ ആളുകൾ നോമ്പ് മുറിച്ചു. അള്ളാന്റെ റസൂല് മുറിച്ചതുകൊണ്ട് ചിലര് അവിടെ തക്കവന്റെ ഊക്കൊണ്ട് സ്വഹാബികളാണ്, അവരെന്ത് ചെയ്തില്ല, മുറിച്ചില്ല. നമുക്ക് നോമ്പാണ് മുഴുമിക്കുക. നബി മുറിച്ചിട്ടും പോലും നോമ്പ് മുറിച്ചില്ല. മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് തുറക്കാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തിരക്കൂടുക. അപ്പൊ നബി ചോദിച്ചു, അതാരാ, എന്താപ്പ അവിടെ? അപ്പോ സ്വഹാബത്ത് പറഞ്ഞു, അത് നമ്മളൊക്കെ നോമ്പ് മുറിച്ചപ്പോ മുറിച്ചാത്തോല. അള്ളാഹുവിന്റെ റസൂല് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തത്. അള്ളാഹിന്റെ റസൂൽ അവരോട് പറഞ്ഞ്, ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹിനെ ഭയപ്പെടുന്ന ആള് ഞാൻ, ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളും ഞാനാണ്. ഞാന് നോമ്പ് മുറിച്ചത് അവർ കണ്ടു, കാണിച്ചു കൊടുത്തു. ഓപ്പനായിട്ട് ആ വെള്ളത്തിന്റെ പാത്രം ഉയർത്തിപ്പിടിച്ചാണ് അള്ളാഹിന്റെ റസൂല് അവിടുന്ന് നോമ്പ് മുറിച്ചത്. എന്നിട്ടും മുറിച്ചാത്തോലുണ്ടല്ലോ, അവര് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചവരാണ്. ധിക്കാരികൾ, അനുസരണക്കേട് കാണിച്ചവർ എന്നാണ് ആ സ്വഹാബത്തിനെ അല്ലെങ്കിൽ ആ അനുചരന്മാരെ അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചത്. ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ ഒരു അതിർക്കവിച്ചിൽ വരാതിരിക്കാൻ വിശ്വാസി സമൂഹം പാലിക്കണമെന്നാണ് ഖുർആനിന്റെ അധ്യാപനം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ കഅബയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങളും അസ്വാരസ്യങ്ങളും ആളുകൾക്കിടയിൽ ഉടലെടുത്തിരുന്നു. ആദ്യകാലത്ത് ഇന്നത്തെ ബൈത്തുൽ മഖ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞായിരുന്നു വിശ്വാസികൾ നിസ്കരിച്ചിരുന്നത്. ഹിജ്റ പോയി മദീനയിലെത്തി 2-ാം വർഷമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂല് അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്ന ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടുത്തുയർത്തിയ കഅബാലയം ഖിബലയായി പ്രഖ്യാപിച്ചു. അത് മുനാഫിക്കുകൾ മുതലെടുക്കാൻ ശ്രമിച്ചു. കണ്ട കാലൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇപ്പൊ എന്തി അത് മാറ്റാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കുറെ അതിന്റെ പിന്നാലെ വർത്താനങ്ങൾ ഉണ്ടായി. അതിൽ ചില യുക്തികൾ ഉണ്ടായിരുന്നു. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ അനുസരിക്കുന്നവർ ആര്, അനുസരണക്കേട് കാണിക്കുന്നവരാര് എന്ന് തിരിച്ചറിയാൻ, മുനാഫിക്കുകളുടെ മനസ്സ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഇടപാട് കൂടിയായിരുന്നു അത്. പിന്നെയും ഒരുപാട് യുക്തികളുണ്ട് അതില്. ആലോചിച്ച് നോക്കുങ്ങൾ, ഇന്നത്തെ മസ്ജിദുൽ അഖ്സയാണ് ഖിബില എന്നുണ്ടെങ്കിൽ അത് ജൂതന്മാരെ കയ്യിലാണ്. അവരാണ് അതിന്റെ കസ്റ്റോഡിയൻസ്. നിസ്കാരമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മറിച്ച് ഖിബിലയായി പ്രഖ്യാപിച്ചു. ആ ഖിബിലയിൽ വെച്ച്, ആ കഅബയിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിന് 1,00,000 പുണ്യം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തു. അവിടെ വെച്ച് ഒരു ഫർദ് നിസ്കാരം നിസ്കരിച്ചാൽ 1,00,000 ഫർദ് നമസ്കാരം നിർവഹിച്ച കൂലിയ. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ 1,00,000 സുന്നത്ത് നിസ്കരിച്ച കൂലിയ. പക്ഷെ ഇവിടുന്ന് ഹജ്ജിന് കൊണ്ടുപോകണ, ഉംറയ്ക്ക് കൊണ്ടുപോകണ ഒട്ടുമിക്ക ആൾക്കാർക്കും ആ കൂലി എടുക്കാൻ നമ്മളെ പുരോഹിതന്മാര് സമ്മതിക്കാറില്ല എന്നതൊരു ദുഃഖ സത്യം. പള്ളി നമുക്ക് നിസ്കരിച്ചാനുള്ളതല്ല. ആ ജുമാക്ക് പോകുമ്പോ കാണാം, നമ്മളെ ആളുകൾ ജുമാക്ക് പോകുമ്പോ കാണാം പള്ളിന്റെ ഉള്ളിൽ നിന്ന് കുറെ ആൾക്കാർ പുറത്തേക്ക് അങ്ങോട്ട്. എന്താ നിങ്ങൾ പോകുന്ന വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ ജുമാ ഉണ്ടോന്നാ ചോദ്യം. നല്ലൊരു ശതമാനം ഈ ഉംറക്കും ഹജ്ജിനൊക്കെ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ പലപ്പോഴും അതാണ് ചെയ്യാറുള്ളത്. അതിരിക്കട്ടെ, അങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നു. വിവരമില്ലാത്തവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ 1,00,000 കൂലി കളയാൻ പാടില്ല. ഈ വേറെയുണ്ട്. മദീനത്ത് കുറെ നിൽക്കാനാണ് ആൾക്കാർ മെനക്കെടാറുള്ളത്.
അവിടെ ഒരു 4 പീസെങ്കിലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ശാഠ്യം പിടിക്കാറുണ്ട്. ഒരു 40 വഖത്ത് അവിടെ കിട്ടണം. ഈ രൂപത്തിലൊക്കെയാണ്. അവിടെ യഥാർത്ഥത്തിൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയേ ഉള്ളൂ. മസ്ജിദുൽ ഹറാമിൽ 1,00,000 കിട്ടുമ്പോൾ മസ്ജിദുൽ അഖ്സക്ക് അതിൻ്റെ താഴെയാണ് സ്ഥാനം. 500 ഇരട്ടിയാണ് അവിടെ കിട്ടുന്ന കൂലി. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം ഉമ്മത്തും വസത്ത് എന്ന പ്രയോഗം നടത്തിയത്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. മധ്യമ നിലപാട് സ്വീകരിക്കുന്ന വസത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മധ്യാണ്. ഈ അറ്റുമല്ല, ആ അറ്റുമല്ല. ഈ അറ്റം എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രീമിസം ആണ്. അങ്ങേ അറ്റം എന്ന് പറയുമ്പോൾ ആ എക്സ്ട്രീമിസം ഇസ്ലാമിലില്ല. ലോകത്തിന്റെ മധ്യഭാഗത്താണ് ഖബാലയം സ്ഥിതി ചെയ്യുന്നത്. മക്കയിലെ ബക്ക സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഉത്തമ സമുദായമാണ്. എന്തേ ഇങ്ങനെ നിങ്ങളെ തെരഞ്ഞെടുക്കാൻ കാരണം? ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായി സാക്ഷികളായി ജീവിക്കാൻ വേണ്ടിയാണത്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങൾക്ക് സാക്ഷിയായി അള്ളാഹുവിന്റെ റസൂലും സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി. അത് ഈ ലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്തും മുഴുവൻ ഉമ്മത്തിനും സാക്ഷി നിൽക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാകുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. റസൂലിനെ പിൻപറ്റുന്നവർ ആരൊക്കെയെന്നും പിന്മാറിക്കളയുന്നവർ ആരൊക്കെയെന്നും തിരിച്ചറിയാൻ വേണ്ടി മാത്രമായിരുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ഖിബിലയായി നിശ്ചയിച്ചിരുന്നത്. അല്ലാഹു നേർവഴിയിലാക്കിയവരൊഴിച്ച് മറ്റെല്ലാവർക്കും ആ ഖിബില മാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. എന്നാൽ നേരത്തെ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ഇപ്പോൾ വിശുദ്ധ കഅബാലയം ഖിബിലയായി തെരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾക്ക്, അങ്ങനെ മരിച്ചുപോയ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസത്തില് ഒന്നും പാഴാക്കി കളയുന്നതല്ല. വമാ കാന അല്ലാഹു ലിയുദിഅ ഈമാനക്കും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് അത്യധികം ദയാപരനാണ്, കരുണാനിധിയുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിച്ച ഉമ്മത്തുൻ വസത്ത് എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ മധ്യമ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. വസത്ത് എന്ന വാക്കിന് അദില് എന്നും ഖിയാറ് എന്നും ഉത്തമമായത് എന്നും നീതിനിഷ്ഠമായത് എന്നും അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരത്തില് ഒരിക്കലും വഴിതെറ്റിയവരുടെയോ നിന്റെ കോപത്തിന് വിധേയമായവരുടെയോ മാർഗത്തിൽ നാദാ നീ ഞങ്ങളെ ചേർക്കല്ലേ, ചൊവ്വായ മാർഗത്തിലാകണം നീ ഞങ്ങളെ വഴി നടത്തേണ്ടത്. യഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആരാണവർ? നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ സുഹൃതവാന്മാരായ ആളുകളോടൊപ്പം.
അല്ലാതെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരുടെയോ മാർഗഭ്രംശം സംഭവിച്ചവരുടെയോ കൂട്ടത്തിലല്ല ഞങ്ങളെ നീ വഴി ചേർക്കേണ്ടത്. ഈ ആയത്ത് കേട്ടപ്പോ വിശ്വാസികൾ ചോദിച്ചു, ഈ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളെ കുറിച്ചും ജൂതന്മാരെ കുറിച്ചുമാണ്. ഒരു കൂട്ടർ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി, അവിടെ എക്സ്ട്രീമിസം സംഭവിച്ചു. യേശുക്രിസ്തു അള്ളാഹുവിന്റെ പുത്രനാണെന്ന് അവർ വാദിച്ചു. സ്നേഹം അതിരി കവിഞ്ഞതാ. അള്ളാഹ് പുത്രനിൽ അവതരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ വിശുദ്ധാത്മാവും ഒക്കെ കൂടെ കൂടിയ മൂന്നും കൂടെ കൂടിയ വലിയൊരു ഒന്നാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് അവർ വാദിച്ചത്. അവിടെ എക്സ്ട്രീമിസാ സംഭവിച്ചത്. എന്നാൽ വഴിവിഴച്ചുപോയ ജൂതന്മാരാകട്ടെ, അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണക്കാക്കുന്നത് ജാരസന്തതിയായിട്ടാണ്. അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നില്ല. അത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു നിലപാട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനാണ്. മറ്റെല്ലാ പ്രവാചകന്മാരെ പോലെയും സമുന്നതമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയിട്ടുണ്ട്. ഒരു പ്രവാചകനെയും തള്ളിപ്പറയുന്നവരാകാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ മുസ്ലിം ഉമ്മത്ത് അവിടെ എക്സ്ട്രീമിസം അംഗീകരിക്കുന്നില്ല എന്നർത്ഥം. ഒരു അതിർകവിച്ചിൽ അംഗീകരിക്കുന്നില്ല. അത് വിശ്വാസ രംഗത്തുണ്ട്, ആരാധനാ രംഗത്തുണ്ട്. പ്രവാചകനോട് പരാതിപ്പെട്ടു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. പ്രവാചകന്റെ കൂടെ ഇശാസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ട് അവിടെ ആളുകൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ മുആദിനെ കണ്ടപ്പോൾ ഇമാമാക്കി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇമാമത്തുനിന്ന് സൂറത്തുൽ ബഖറയാണ് ഓതാൻ തുടങ്ങിയത്. ആൾക്കാർക്ക് കണ്ട് ഇടങ്ങേറായി. പിറ്റേന്ന് റസൂലിന്റെ അടുത്ത് വന്നിട്ട് പരാതിപ്പെട്ടു, ഞങ്ങൾക്ക് അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നു, പക്ഷെ അദ്ദേഹം അൽ ബഖറ ഓതി, എല്ലാവരും ചുയിപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവിടെ കുഴപ്പമുണ്ടാക്കാനാണോ വിചാരിച്ചത്? തുരീദു അൻ തകൂന ഫത്താനൻ, ഇഫ്ലുണ്ട് എന്ന് വിചാരിച്ചുകാണ്ട് മുഴുവൻ ഇഫ്ലും കൂടെ പുറത്തിട്ടുകാണ്ട് ആ പിന്നിലിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം നിസ്കാരത്തിൽ ഉണ്ടാക്കാൻ പാടില്ല, ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, ആ കൂട്ടത്തിലെ ലഗൈഫുണ്ട്, പ്രായം ചെന്ന ആൾക്കാരുണ്ട്, ദുൽഹാജ പലതരത്തിലുള്ള ആവശ്യക്കാരുണ്ട്. ഇനി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എന്ന് വിചാരിച്ചിരിക്കണ, ഹോസ്പിറ്റലിൽ നിന്ന് ശസ്ത്രക്രിയാ രംഗത്ത് നിന്ന് തൽക്കാലം ജമാഅത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. നിയമപാലകന്മാരുണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അധ്യാപകന്മാരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും, തൊഴിലാളികളും ഉണ്ടാവും. ഇതൊന്നും ആർക്കും ഒഴിവാക്കപ്പെട്ടതല്ലല്ലോ. ഈ ആളുകളൊക്കെ ജമാഅത്തിന് വരുമ്പോ അവരെ എല്ലാരും പരിഗണിച്ചു വേണം നിസ്കരിക്കാൻ. ആ നിസ്കാര രംഗത്ത് പോലും അമിതത്വം പാടില്ല. യാ അഹ്ലൽ കിതാബ് എന്ന് വിളിച്ചിട്ടും അല്ലാതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം, ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിനെ കുറിച്ച് അന്യായമായി യാതൊന്നും നിങ്ങൾ പറയാനും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയില്ല. പ്രവാചകന്റെ വസതിയിൽ വന്നിട്ട് അവിടുത്തെ ജീവിതക്രമങ്ങൾ ചോദിച്ചറിഞ്ഞ സ്വഹാബി വര്യന്മാരുണ്ട്. അതിൽ ചിലര് ശബ്ദം ചെയ്തു പോയത്, ഇനി ഭാര്യയും കുട്ടികളും കുടുംബവും അതൊന്നും വേണ്ട, ആ സമയവും കൂടെ ഇബാദത്തിന് ഒഴിഞ്ഞു വെക്കുന്ന. വേറൊരാള് ശബ്ദം ചെയ്തത്, ഇനി രാത്രി നിസ്കാരം തന്നെ കിടന്നുറങ്ങൂലെന്നാ. മറ്റൊരാള് ശബ്ദം ചെയ്തത്, ഇനി സുന്നത്ത് നോമ്പ് ഒഴിവാക്കണ പരിപാടിയില്ല, അള്ളാന്റെ റസൂല് പോണ സ്വർഗം ഞമ്മക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ റസൂലിനെ പോലെ ആയാ പോരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്തേക്ക് പോകണം, കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ നബി ഉണ്ടായിരുന്നില്ല, ആയിഷ ബീവി യോടാണ് റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വെച്ചാണ് ഈ ശപഥം ചെയ്തു പോയത്.
ഇത് കുറച്ച് പിടുത്തം വിട്ട ടീമാണ് എന്ന് ആയിഷാ ബീവിക്ക് തന്നെ തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ഉടനൊക്കെ അറിയിച്ചു. ഇവിടെ 2-3 കുറച്ച് ആൾക്കാർ വന്നു, ഇങ്ങനെയൊക്കെ ശപഥം ചെയ്താ പോയത് എന്ന്. അള്ളാന്റെ റസൂലാണ്ട് പോട്ടെ എന്ന് വിചാരിച്ചില്ല. ആളെ വിട്ടു. എവിടേക്ക് അവർ പോയി എന്നറിയാൻ വേണ്ടി പിടിച്ചു കൊടുന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ശപഥം ചെയ്ത് പോയവരല്ലേ നിങ്ങൾ? അതെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ സുന്നത്ത് നോമ്പ് നോൽക്കലുണ്ട്, ഇടയ്ക്ക് ഒഴിവാക്കലുണ്ട്. ഞാൻ രാത്രി കിടന്നുറങ്ങാറുണ്ട്. എന്നാ അള്ളാനെ മറന്ന ആ വർക്കോട് വർക്ക് അതല്ല. എണീറ്റ് നിസ്കരിക്കലുമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കലുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ അവരൊന്നിച്ച് ജീവിക്കാറുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഈ ഒരു സുന്നത്ത് എന്റെ ഈ ചര്യ ആരെങ്കിലും ഇഷ്ടപ്പെടാതെ ഒരങ്ങനെ ദീനെന്ന് പറഞ്ഞ് ഒരേ നർത്തം, അതല്ലെങ്കിൽ പിന്നെ ദിക്റിലും ദുആയിലും മുടങ്ങിയിട്ട് കുടുംബം നോക്കാതെ, അങ്ങനെയുള്ള വലിയാക്കന്മാരെ പറ്റി നമ്മൾ കേൾക്കാറുള്ളത്. ഇത് മൂപ്പര് പിന്നെ ആ കുടുംബം എന്നുള്ള ചിന്തക്കാണ്ട് വിട്ടു, ദുനിയാവെന്ന് അങ്ങോട്ട് പോയി എന്നൊക്കെ കൂടെ പറഞ്ഞുകാണ്ടുള്ള ഔലിയാക്കന്മാരാണ്. എന്ന് വെച്ചാൽ പലപ്പോഴും അവര് ദീനിന്റെ അകത്തല്ല ഉണ്ടാകാറുള്ളത്, ദീന്റെ പുറത്താ. അതങ്ങോട്ട് കൂടിയിട്ട് പിന്നെ പറച്ചില് കേൾക്കൽ എന്താണ്? അണ്ട് ലയിച്ചു എന്ന്. അള്ളാഹുൽ അങ്ങോട്ട് ലയിച്ചിട്ട് പിന്നെ എന്താ ആ ലയിക്കലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പിന്നെ അവർക്ക് ദീന് തീരെ ഉണ്ടാവില്ല. ഒരു ചെയ്യണത് മുഴുവൻ റോങ്ങായിരിക്കും. അവർക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, ദീന് തീരെ ഇല്ല. അള്ളാലാണ് ലയിച്ചും ചെയ്തേക്കുകയാണ്. ഇങ്ങനൊക്കെ കൂടെ ആയിട്ട് അതാണ് സൂഫീസം, ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുലാണ്ട് ലയിച്ചിട്ട് അണ്ട് ഭ്രാന്താവുകയാണ്. അവസാനം ഇങ്ങനെ എല്ലീലും റബ്ബിനെ കാണുക. അപ്പോ അപ്പങ്ങനെ തിന്നണേ സൂഫിക്ക് തോന്നി, ഈ അപ്പത്തിലുണ്ടല്ലോ പടച്ചോൻ. അപ്പോ അയാള് അതിൽ നിന്നൊരു ദർശനം നടത്തിയ എന്താ വെച്ചാ അക്കല റബ്ബു അർ റബ്ബാൻ. ഇതൊന്നും ചെറിയ സൂഫികൾ പറഞ്ഞതോ എഴുതി വെച്ചതോ അല്ല, ബടാ സൂഫികൾ എഴുതി വെച്ച തരീഖത്താണ്. അക്കല റബ്ബു അർ റബ്ബ. ഇപ്പൊ സംഭവിച്ചത് എന്താ? അപ്പത്തില് ദൈവമുള്ളതുകൊണ്ട് ഈ അപ്പം തിന്നണാനും ദൈവമായതുകൊണ്ട് ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നു എന്ന് വേണം പറയാൻ. ഒക്കെയാണ് സൂഫി ദർശനങ്ങൾ. അങ്ങനെ എല്ലാ വൃത്തികേടുകളും പരിധിപ്പെട്ട വിശ്വാസങ്ങളും സൂഫി ത്വരീഖത്തുകളുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. നമ്മളുടെ മാല മൗലൂദുകളും പിന്നെ കിതാബുകളിലും ഒക്കെ ആ ജാതി വിശ്വാസമാണ് ഉള്ളത്. അതുകൊണ്ടാണ് കറുത്ത തലയിക്കെട്ടിട്ട് ദീനേറ്റ് തീരെ ബന്ധമില്ലാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് മുദബ്ബിറുൽ-ആലമാണ് കോഴിക്കോടുള്ള മനോവിഭ്രാന്തി ബാധിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ അതന്നെയാണ് ഇതിലുള്ളത്. ഈ മാലമൗലൂദുകളിലൊക്കെ പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. കുത്തുബാണെന്നോ അക്താബാണെന്നോ ഒക്കെയാണ്. അപ്പൊ അറബി പറഞ്ഞാൽ ശരിയാവുകയും മലയാളത്തിൽ ഇങ്ങനെയൊന്നും പാടാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ചേർച്ചുള്ള സംഗതിയല്ലല്ലോ. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്ന ശബ്ദം നമ്മൾ വല്ലാതെ കേൾക്കാത്തത്. ഇരിക്കട്ടെ. വസത്ത് എന്ന ആ ഒരു കൃത്യമായ അധ്യാപനത്തിൽ നിന്ന് ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസി തെറ്റിപ്പോകുമ്പോ അവിടെ അതുവഴി അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്കാണ് ഒരു മനുഷ്യൻ വിധേയനാകുന്നത്. യഥാർത്ഥത്തിൽ ഈ വസത്ത് എന്നത് വിശ്വാസരംഗത്തല്ല, മതരംഗത്ത് മാത്രമല്ല, സ്വഭാവരംഗത്തുണ്ട്, പെരുമാറ്റ രംഗത്തുണ്ട്. ധനം ചെലവഴിക്കുന്നിടത്തും അതുണ്ട്. ധനി പാപ്പരാകുന്ന രൂപത്തില് ചെലവാക്കാൻ പാടില്ല. ആ ചെലവാക്കുന്നിടത്ത് ഒരു മധ്യമ നിലപാട് സ്വീകരിക്കണം. അവരാണ് കരുണാവാരിധിയായ അള്ളാഹുവിന്റെ ദാസന്മാർ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള ഒരു മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അള്ളാഹുവിന്റെ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ ദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചെലവഴിക്കുന്നിടത്തും അതുണ്ട്. എല്ലാ രംഗത്തും ഈ സ്വഭാവമുണ്ട്, ഉണ്ടാകണം എന്നർത്ഥം. ഒരാളെ സ്നേഹിക്കുന്നിടത്ത് അമിതമായ സ്നേഹം കൊടുത്തിട്ട് പിന്നെ അയാൾ ശത്രുവായി മാറുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങള്.
ഒരു ശത്രുവിനെ അമിതമായി വെറുത്തിട്ട് പിന്നെ അയാൾ നമ്മളുടെ മിത്രമായി മാറുമ്പോഴോ അത് രണ്ടും പാടില്ല. അവിടെയും ഉണ്ട് ഈ മിതത്വം എന്നർത്ഥം. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഈ വസത്ത് എന്ന ആ മധ്യമ നിലപാട് സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഗുണങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഉദാത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. ധൂർത്തിൻ്റെയും പൊങ്ങച്ച പ്രകടനങ്ങളുടെയും നടുവിലാണ് ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മധ്യമ നിലപാട് സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചത് കുലൂ വശ്റബു വതസദ്ദഖു, തിന്നാം കുടിക്കാം ധർമ്മം ചെയ്യാം, വൽബസു നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാം, മാലം യുഖാലിതുഹു ഇസ്രാഫ്, ഇസ്രാഫ് അതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ, ഔ മഹൈല അല്ലെങ്കിൽ അഹന്ത. ഇസ്രാഫും തബ്ദീറും രണ്ടും ഒരേ അർത്ഥമല്ല, ആശയ അർത്ഥങ്ങളിൽ ഒന്നാണെങ്കിലും ഇസ്രാഫ് ഹലാലായ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അമിതത്വം വരുമ്പോഴാണ് അത് ഇസ്രാഫാകുന്നത്. ഹറാമായ മാർഗത്തിൽ ധനം വ്യയം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ തബ്ദീർ. ഇത് രണ്ടും ഇസ്ലാം വെറുത്ത സംഗതിയാണ്. ഇന്ത്യ രാജ്യത്തെ കഥ മാത്രം എടുത്തു നോക്കിയാല് ഇവിടെ പട്ടിണി മരണങ്ങൾ ധാരാളം ഉണ്ട്. ലോകത്താകെ 800 ദശലക്ഷത്തോളം കടുത്ത പട്ടിണി അനുഭവിക്കുന്ന ആളുകളുണ്ട്. 40 രാജ്യങ്ങളിലായി 190 ദശലക്ഷം ആളുകള് ഭക്ഷ്യ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്. അതില് ഇന്ത്യന്റെ സ്ഥാനം ഈ ഭക്ഷ്യ പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ മുന്നിലാണ്. അതീവ ഗുരുതരമായ സാഹചര്യം ഈ രംഗത്തുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മുടെ നാട് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടിണി മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നു എന്നർത്ഥം. ഡൽഹിയിൽ ഈ അടുത്ത കാലത്ത് 3 കുഞ്ഞുങ്ങളുടെ പട്ടിണി മരണം ഒരു ചർച്ചയായി. പിതാവ് ജോലി അന്വേഷിച്ചു പോയി തിരിച്ചു വരാതെയായി. മാതാവ് ഒരു മനോവിഭ്രാന്തിയുള്ള സ്ത്രീ ആയിരുന്നു, കുട്ടികളെ ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പട്ടിണി മൂലം 3 കുട്ടികളാണ് ഡൽഹിയിൽ മരണപ്പെട്ടത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നല്ല. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ഈ ധൂർത്ത്. അത് അള്ളാഹു നൽകിയ ധനമാണ് അവിടെ നമ്മൾ ദുർവ്യയം ചെയ്യുന്നത്. തെരുവുകളൊക്കെ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ രാത്രി 12 മണിക്കും കോഴി തിന്നിട്ട് അലഞ്ഞിറക്കണ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാൻ പറ്റും. കുറുക്കന്മാരല്ല, വേറെ ഭക്ഷണം കിട്ടാത്തവരുമല്ല. ഇതന്നെ ഒരു പതിവായി സ്വീകരിച്ച കുറേ ആളുകൾ. ഈ മഞ്ചേരി മാത്രം നോക്കിയോ, അതിൻ്റെ തെരുവോരങ്ങൾ. അപ്പോ ഈ ഒരു ഫാസ്റ്റ് ഫുഡ് പ്രവണത, അനാവശ്യമായി ഭക്ഷണം കഴിക്കുകയും ധാരാളമായി ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വേസ്റ്റാക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ
എന്തായിരുന്നാലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ രംഗത്തും മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൻ യുനജ്ജിയ അഹദും മിൻകും അമലു, ഒരാളെയും അവര് ചെയ്യുന്ന അമലോണ്ട് കഴിച്ചിലാവൂല, രക്ഷപ്പെടൂല. ഞാൻ വേണ്ടമായൊക്കെ അമല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പരലോകത്ത് ഞാൻ രക്ഷപ്പെടുന്നു ഒരാളും വിചാരിക്കേണ്ടതില്ല. ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയെന്ന് ചോദിച്ചപ്പോ ഖാല, പ്രവാചകൻ പറഞ്ഞു, വലാ അന, അമലോണ്ട് മാത്രം ഞാനും രക്ഷപ്പെടൂല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നെ ആവരണം ചെയ്താലല്ലാതെ എനിക്കും രക്ഷ കിട്ടില്ല. അതുകൊണ്ട് സദ്ദിദു, നിങ്ങൾ കർമ്മങ്ങൾ നന്നാക്കണം. വഖാരിബു, അള്ളാഹുവിനോട് അടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. വഗ്ദു വറൂഹു വശൈഉം മിനദ്ദുൽജ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിന്റെ യാമങ്ങളിലും നിങ്ങൾ ആരാധനയിൽ മുഴുകണം. ശ്രദ്ധിക്കുക. വൽ ഖസ്ദ്, അൽ ഖസ്ദ് തബ്ലുഗു, എവിടെയും മിതത്വം പാലിക്കുക, എങ്കിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും മിതത്വം പാലിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഴയ്ക്ക് വേണ്ടി കേഴുന്ന പാനജലത്തിന് പോലും വഴിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ കൊടും വേനലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർമ്മലമായ ജലം പെയ്തിറങ്ങുന്ന നല്ല മഴ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.